കളക്ടർ ഉണ്ട്, ദേ അവിടെ ഇരിപ്പുണ്ട്. കളക്ടറുടെ കൂടെ കൊറേ സാറിന് അതില് മാച്ചാൻ കണ്ടാ വെടക്കണ മാച്ചാനാണ്ട. നമ്മുടെ വില്ലേജ് ഓഫീസർ ഇപ്പൊ 3-4 ചാട്ടം കഴിഞ്ഞിട്ടാള് 20 വർഷത്തിന്റെ ആ ക്ഷീണോ. വീഡിയോ അതുകൂടാതെ നമ്മൾ ഇന്ന് കൂടെ കുറെ ആൾക്കാരെ വന്നിട്ടുണ്ട്. നമ്മുടെ കളക്ടർ ഉണ്ടായിരുന്നു, അവര് പോലീസുകാരുണ്ടായിരുന്നു, അപ്പൊ എല്ലാവരും മീനൊക്കെ പിടിച്ചപ്പോ 5 കിലോ മീൻ പിടിച്ചത് നേരെ വീഡിയോട്ട് നോക്കാം. അപ്പൊ എല്ലാവരും അമരത്തുണ്ട്, ഫ്രണ്ടില് പോലീസുകാരൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഓണമായിട്ട് ഉത്രാട ദിവസം കടലിൽ പോവുകയാണ്. പോലീസ് വന്നേക്കാനുണ്ടാ കണ്ട പോലീസ് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോലീസൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും കൂടി അഴിചാടി പോണൊരു കാഴ്ച കേട്ടാ. വള്ളങ്ങളൊക്കെ ഒപ്പത്തിനൊപ്പം വരെയാണ്. ഉത്രാടം പോയാണ്, അതിലെ മാറ്റി കാണിത്തരാം. ഉത്രാട ദിനത്തില് നമ്മുടെ കൂടെ കളക്ടർ ഉണ്ട്, ദേ അവിടെ ഇരിപ്പുണ്ട്. കളക്ടറുടെ കൂടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, സാറന്മാരൊക്കെ ഉണ്ട്. ഡ്രൈവർ നിലമ്പൂരാണ് വീട്. നമ്മുടെ സബ്സ്ക്രൈബർ കൂടെ അനുഭവമാണ്. ആദ്യമായിട്ടാണ് കടൽ ആദ്യമായിട്ടാണ്. അപ്പൊ അവിടെ കളക്ടർ ഇരിപ്പുണ്ട്. നമുക്ക് സാറിനോട് ചോദിക്കാം കടൽ എങ്ങനെ ഉണ്ടെന്ന്. ആദ്യമായിട്ട് വന്നിട്ട് സാറിനോട് പോലീസുകാരുണ്ട്. ഇവിടെ പുറകെ എസ്കോർട്ടായിട്ട് ഫിഷറീസിന്റെ ബോട്ട് വന്നിട്ടുണ്ടാക്കും ദൂരേന്ന്. അത് നമ്മളെ വിളിച്ചാണത്. അവിടെ ഇപ്പൊ വല അടിക്കാൻ വേണ്ടി നിൽക്കാണ്. അതിൽ അവിടെ തൊട്ട് കണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. കളക്ടർ ഇതേ അവിടെ തൂണുമ്പോ പിടിച്ച് നിക്കണ്ട കണ്ടാ. വയ്യാതാവോ ചേട്ടാ? ആള് വയ്യാതാവോ? ചേട്ടൻ പറയണത് നമ്മുടെ കളക്ടർ കുറെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ? ദക്ഷിണാഫ്രിക്കയിലെ കിളിമാഞ്ചാരോ അതേപോലെ തന്നെ അങ്ങനെ വലിയ വലിയ പർവ്വതങ്ങളൊക്കെ കയറി പരിചയമുള്ള ഒരാളാണ്. നമ്മളെ സാറിന്റെ ഹിസ്റ്ററി വായിച്ചാൽ മനസ്സിലാവും. താല്പര്യമുള്ള ആളാണ്, സാഹസികത താല്പര്യം ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ കൂടെ കടലിലോട്ട് വന്നേക്കണത്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു സാഹസികത കാര്യങ്ങളും കടലും ഒരു അഡ്വഞ്ചർ ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഈ ഉത്രാടത്തിന് നമ്മുടെ കൂടെ പ്രസാദം വള്ളത്തിൽ വന്നേക്കണേ കേട്ടാ. കണ്ടിട്ടുണ്ട്, മീനെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ കളക്ടർ സാറ് അവിടെ പിടിച്ച് നിൽക്കേണ്ട തൂണുമ്പോ പിടിച്ചിട്ടുണ്ട്. ആള് വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ആള് ശരിക്കും അത് എൻജോയ് ചെയ്യണ്ടല്ലേ, ശരിക്കും എൻജോയ് ചെയ്യണ്ട സാറ്. നമ്മളെ മീൻ കണ്ടിട്ടുണ്ട്, മീനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഉണ്ണിച്ചേട്ടൻ അവിടെ ഉണ്ട്, അവിടെ വല അടിക്കും. അപ്പൊ ആ കാഴ്ചയും കാര്യങ്ങളെ ഞാൻ കാണിച്ചു തരാട്ടാ. സ്രാങ്ക് ഇവിടെ വള്ളം ഓടിച്ചു പോണ ഒരു കാഴ്ചയാണ്. നല്ല സ്പീഡിലാണ് വള്ളം ഓടിക്കണത്. അപ്പോൾ പ്രസാദത്തിലെ സ്രാങ്ങിനെ കാണാത്ത കൂട്ടുകാരൊക്കെ കുറവാണ്. നമ്മൾ സ്ഥിരം വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്രാങ്ങിനെ കേട്ടാ. ഉച്ചക്കാലത്തെ ചോറിനെ പുറകിൽ അരി കഴിയുള്ള ഒരു കാഴ്ച കേട്ടോ. അടുക്കളയിലെ കലവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊരു അടിപൊളി കാഴ്ചയാണ്. കാരണം ഈ കലത്തിൻ്റെ ഉള്ളിൽ കണ്ടോ റിങ് വെച്ചേക്കണത് ഈ കലം മറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ സ്രാങ് ആണെങ്കിൽ നമ്മുടെ വള്ളം നേരെ ഓടിച്ച് നല്ല സ്പീഡിൽ പോവുകയാണ്. നല്ലൊരു അടിപൊളി ആഘോലിയായിട്ടാണ് നമ്മൾ ഈ ഉത്രാടദിനത്തിൽ നടത്തിയത് കേട്ടോ. അമ്പലത്തിൽ ചേട്ടന്മാരൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. ഉണ്ണിച്ചായിട്ടും കണ്ണൻ ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ വള്ളം. നല്ല സ്പീഡിൽ പോണ ഒരു കാഴ്ച ഉണ്ടോ വള്ളം. ഉണ്ണിച്ചേട്ടൻ വലയിട്ടൊക്കെ കൂടി ചാടുന്ന ഒരു കിടിലം കാഴ്ചയൊക്കെ പുറകെ വന്നിട്ട് കേട്ടോ. ചേട്ടാ ഉത്രാടോട്ട് പൊളിക്കൂലേ?
സാർ അങ്ങനെ വീലോസിലോട്ട് വന്നപ്പോൾ എല്ലാവരുടെ കൂടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ ആള് എല്ലാവരോട്ടും കമ്പനി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാർ കടലിലെ മക്കളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ കൂടെ വന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. നമുക്കും ഒരു അഭിമാനമുള്ള കളക്ടർ നമ്മുടെ വള്ളത്തിലൊക്കെ വന്നെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും സാറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ കൂടെ വന്ന പോലീസുകാരാണെങ്കിലും സാറുമാരാണെങ്കിലും എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. പിന്നെ സാറിൻ്റെ കൂടെ വന്ന ഒരു ചേട്ടന് വയ്യാണ്ടായിട്ടാ, ആളൊന്ന് ചെറുതായിട്ട് വീണ്. സാറ് പക്ഷേ ഓക്കെയാണ്. വലക്കളിയിലൊക്കെ അതേ സിമ്പിളായിട്ടിരുന്ന് എല്ലാവരോടും ചിരിച്ച് കളിച്ചൊക്കെ സംസാരിക്കണം. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതി സാറിന് വയ്യാതെയൊക്കെ ആവുമെന്ന്. പിന്നെ വില്ലേജ് ഓഫീസർ ഉണ്ട്, സീ ഗാർഡ് ഉണ്ട്, അങ്ങനെ എല്ലാ ഓഫീസർമാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടാവും. ഉത്രാടത്തിന് ഞങ്ങൾ കളറാക്കാൻ വേണ്ടി പോവുകയാണ്. പ്രസാദം വള്ളം നല്ല സ്പീഡിൽ തള്ളി പോവുകയാണ്. അപ്പോൾ ആഗോലി കണ്ടിട്ടുണ്ട്. ആഗോലിക്ക് അടിക്കാൻ വേണ്ടിയാണ് ഈ പോണത്. പുറകെ വള്ളങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതേ കെട്ടഴിച്ചു വിടാനുള്ള കാഴ്ചയും കാര്യങ്ങളും അഴിച്ചുവിടുന്ന കാഴ്ച കണക്കേരം അഴിച്ചുവിട്ട് വലടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് കേട്ട എപ്പോഴും അടി വിട്ടും. വില്ലേജ് ഓഫീസർ ചാടാൻ നിൽക്കണ. വില്ലേജ് ഓഫീസറാണ്ടാ കടലിൽ പണിക്ക് വന്നിരുന്നാണ് ഇതിന് മുന്നേ ആള്. സാറിവിടെ ചാടാൻ റെഡി ആയിട്ടിരിക്കാണ്. അതെ ആള് ചാടാൻ വേണ്ടി നിൽക്കണേ. ചാടാൻ നിൽക്കണേ. റെഡിയായി ഇപ്പൊ ചാടൂട്ടാ. വില്ലേജ് ഓഫീസറും കൂടി ആട്ടോ ചാടാൻ പോണേട്ടാ. അല്ലേ ചേട്ടാ? വില്ലേജ് ഓഫീസർ അല്ലേ ആള്? ആ അതിന് മുന്നേ സാറ് കടലിൽ പണിക്ക് വന്നിരുന്നാണ്. ചാടാനൊക്കെ പോയി ചാടിയിട്ടുള്ള ആള്. അപ്പൊ സാറും കൂടെ വന്നിട്ടുണ്ട് ചാടാനായിട്ട്. മീൻ കണ്ടത് നമ്മളെ കയറി വെള്ളം മീൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മാച്ചാന്റെ പണി ഇതുവരെ ഞാൻ നിങ്ങളോട്ട് കാണിച്ചിട്ടില്ല. ആവോലി ഇപ്പൊ അടി പൊട്ടും. വിട്ട് അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ വരെയാണ്. കറങ്ങി വരുന്ന ഒരു കാഴ്ച അടിച്ചടി വല അടിച്ചിട്ടാ ദേവോട് വല നമ്മളേട്ട മറങ്ങ ചാടിട്ടാ. വല കൊളൊക്കെ 3 പേര് ചാടി. വല വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ആൾക്കാരെല്ലാരും കൂടെ ഓടിച്ചത് മല പിടിക്കേണ്ട. നമ്മളോട് ഉണ്ണിച്ചേനെത്തി തരാം. കടലിൽ കിടക്കുന്നത് നമ്മളെ വില്ലേജ് ഓഫീസർ കടലിലുണ്ട്. ഡിങ്കി ഇറക്കിയാണ് കണ്ട. അതെ ഡിങ്കി ഇറക്കി വിടെയാണ്. ഡിങ്കി ഇട്ട് കൊടുത്ത് ആള് വായണ്ട. കൊറേ നാളത്തില്ല ചാടണേ. 20 കൊല്ലത്തിന് ശേഷം. ഇപ്പൊ എവിടെയാണ് വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന? പെരിഞ്ഞനം. അപ്പൊ പെരിഞ്ഞനത്തെ വില്ലേജ് ഓഫീസറായിട്ട് ആള് 20 വർഷം കഴിഞ്ഞാണ് ഇപ്പൊ കടലങ്ങട് അർമാദിച്ച് ചാടി വലയൊക്കെ ഇട്ട് ചാടി കയറി വരേണ്ട ചേട്ടൻ. കടലിൽ പണിക്കാരനായിരുന്നു. കുറെ നാളെ കടലിൽ പണിക്ക് വരുന്നതാണ്. ചാടണ്ട എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയാ. നമ്മളെ വീതിയിലെടുക്കാണ്. ഉത്രാട ദിനത്തില് ഉത്രാടപ്പാച്ചിലാണ് കേട്ടാ നമ്മുടെ സ്രാങ്ക്. സീഗാർഡുണ്ട്. ഫിഷറീസിന്റെ വകുപ്പിലുള്ള എല്ലാവരും ഇത് നമ്മുടെ വള്ളത്തില് നമ്മുടെ പ്രസാദം വള്ളത്തിൽ വന്നിട്ടുണ്ട് കേട്ടാ. ചാടാൻ റെഡി ആയിട്ടിരിക്കേണ്ട. നമ്മുടെ വില്ലേജ് ഓഫീസർ ഇപ്പൊ 3-4 ചാട്ടം കഴിഞ്ഞിട്ടാണ് 20 വർഷത്തിന്റെ ആ ക്ഷീണം അങ്ങോട്ട് തീർക്കാണ്.
അതെ വല അടിച്ച് മൊത്തോട്ട് കറക്കിയിട്ടേക്കാണ് നമ്മൾ കണ്ട വല ചുറ്റിച്ചിട്ടേക്കാണ്. ഇനി വല കയറുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് നമ്മുടെ വീഞ്ചിൽ കണ്ട റിങ് കയറാണ്. ഈ റോപ്പ് മൊത്തമായിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വലിച്ചങ്ങാട് കൊണ്ടുവരും. അങ്ങനെ മീൻ നമ്മളെ ഫുള്ള് വലയിലേക്കും. അപ്പൊ ഈ ഒരു മീൻ പിടുത്തം പറഞ്ഞാല് ആകോലിയാണ്ടാ മാച്ചാൻ കറുത്താകോലി വെളുത്താകുലിയൊക്കെ കിട്ടുന്നത് അടിപൊളി കാഴ്ചക്ക് ഈ ഉത്രാടത്തിന് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് കാണിച്ചു തരാൻ പോണേട്ടാ. അതെ അത് റെഡിയാക്കണ കാഴ്ചയാണ് കണ്ട. റോപ്പ് ഉടക്കി പോയി, റിങ് ഉടക്കി പോയി, മീൻ വലയിലുണ്ട്. ആര്യക്കാരൻ ചെയ്യണൊക്കെ ഇപ്പൊ അത് റെഡിയാക്കി എടുക്കണ കാഴ്ച കണ്ട. റോപ്പ് കൊണ്ടുവന്നിട്ട് റോപ്പ് എത്തി കരിയർ വെള്ളം വന്നു കണ്ട. അങ്ങനെ റിങ് എല്ലാം കയറി ഒരു കാഴ്ച കണ്ട. റിങ് മൊത്തമായിട്ട് കയറിട്ടാ. അതെ സാറതേ വലിക്കേണ്ട വല വലിച്ചേരണ്ട കണ്ടാ. അവിടെ നിന്ന് ഏലം വിടേണ്ട. നമ്മളെ വില്ലേജ് ഓഫീസറെ ആ വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് ഏലം വിടയാണ്. ആ ഏലത്തിലാണ് ഇവിടെ എല്ലാരും കൂടി വല പിടിച്ചേരേ. സാറ് വല പിടിച്ചേര കയറ്റം കണ്ട, ആവേശം കണ്ട. നമ്മുടെ സ്രാങ്ക് ഇറങ്ങി, സ്രാങ്ക് ഇറങ്ങിയിട്ടുണ്ടാ. മുണ്ടൊക്കെ കൊണ്ട് സ്രാങ്കിന്റെ വല പിടിക്കാൻ വേണ്ടി പോവേണ്. നമ്മുടെ ബോട്ട് എത്തി. അതെ ആവേശത്തിൽ എല്ലാവരും വല പിടിച്ചേറ്റാ. നല്ല ആവേശത്തിലാണ്. ഉത്രാട ദിനത്തിൽ ആവേശമാണ് കാണേട്ടാ. അമരത്ത് മാത്രമല്ല ആവേശം, അണിയത്തുണ്ട്. അണിയത്തുനിന്ന് നല്ല ആവേശത്തിൽ വല പിടിച്ചു തരാണ്ടാ. മീനോട് ഓട്ടം നോക്കിയേ എത്രത്തോളം ക്ലിയർ ആയിട്ടാണ്. അയില ആവൂലിയൊക്കെ ഓർഡർ ഉണ്ട് കേട്ടാ. മാച്ചാൻ ഓർഡർ ഉണ്ട്. വല ഇങ്ങനെ ചുരുങ്ങി വരുമ്പോ ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചാ. ഒരു അടിപൊളി കാഴ്ചയും കാര്യങ്ങളായിരിക്കോട്ടെ കാണാൻ പോണത്. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടരായതിന്റെ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കണേ. കിടിലം മീൻ പിടുത്തേക്ക് മുത്രാടത്തിൽ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കണേ കേട്ടാ. പല്ലോ പിടിക്കരുത്, കടിക്കോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആരോടെ ജീവനുള്ള മീനെ പിടിക്കാം. ജീവനുള്ള മീനെ പിടിച്ചോണ്ടാ. ആ കേട്ടാ ജീവനുണ്ട്. നമുക്ക് ആദ്യത്തെ വല അടിച്ചിട്ട് വല കയറുന്ന സമയത്ത് കിട്ടിയ മീൻ തന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടാ. ഊളാവിനെ കിട്ടിയേക്കാണ് പിടിച്ചേക്കുന്നത്. സാറേ വലയൊക്കെ പിടിച്ച് അവിടെ നിൽക്കാനാ കേട്ടതേ ഇറങ്ങിക്കണ്ട. മാട്ട അവിടെ ഉടക്കി വല ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ആ ഉടക്കും കാര്യങ്ങളും മാറ്റണ്ട. വെള്ളത്തിലോട്ട് ഇറങ്ങി ചെയ്യണം കണ്ട. ഉടക്ക് മാറ്റാണ്. വേഷത്തിൽ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാ. നമ്മളെ കേരിയർ വെള്ളം വല അവിടെ വലിച്ചു കേട്ടണ കണ്ടാ.
വെള്ളക്കട മീനെ കട മക്കളെ ആഗോലിച്ചാകര ഇത് കണ്ടായത് ഓർഡർ നോക്കിയേ അടിപൊളി കാഴ്ച ഓർഡർ അടിക്കൂടി ഓർഡർ നോക്കിയേ ആദ്യമായിട്ടുള്ള കാഴ്ച വേണ്ട ആഗോലി ശീലാവ് വീണുടങ്ങിട്ടേ വലിയ വലിയ ശീലാവ് വേണ്ട കിടക്കണ കഴിഞ്ഞിട്ടില്ല കേറണ വല കേറി വരേണ്ട അവിടെ നമ്മുടെ വില്ലേജ് ഓഫീസറെ പിടിച്ചിട്ടുണ്ട് മീന കാണാ സാറിനെ കണ്ട കയ്യിൽ പിടിച്ചേക്കണ കണ്ട മക്കളെ ഉത്രാളത്തിന്റെ കാഴ്ച കണ്ടത് പെയ്ത് വന്ന കണ്ട ഈ കിടന്ന് തിളങ്ങളെ കണ്ട വെള്ളത്തിൽ കിടന്ന് ആഗോലി കണ്ട ആഗോലി ഓട്ടം കണ്ട മൊത്തം ആഗോലിയാണിത് ഏകദേശം നമ്മുടെ വലയൊക്കെ ചുരുങ്ങി വന്നു കണ്ട എല്ലാരും കൂടി പിടിച്ചണ്ട വല ഇത്രയും ചുരുങ്ങി വന്നൊക്കെയാണ് സാറാണെങ്കിൽ മീനൊക്കെ ആദ്യമായിട്ടാണ്ട കാണുന്നത് സാറ് നല്ലൊരു ആകാംക്ഷയിലാണ് മീനൊക്കെ നോക്കണത് കേട്ടാ ഇവിടെ നിറച്ച് ആഗോലി ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് ആഗോലിക്കാണ് നമ്മൾ വല അടിച്ചേക്കണേട്ടാ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ആഗോലി വീഡിയോ കാണുന്നത് ആഗോലി മീൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടൊക്കെ ഇത്രയധികം ആഗോലി ഇട്ടൊരു കാഴ്ച കേട്ടാ സാറിന് അതിൽ മാച്ചാൻ കണ്ടാ വെടക്കണ മാച്ചാനാട്ടാ ജീവനുണ്ട് കണ്ടതേ അയ്യോ പോയി നല്ല മാച്ചാനെ കൈ പിടിച്ചേക്കണം കേട്ടോ മാച്ചാൻ വീട്ടുണ്ട് ഇനി ആവേശം കൂടെ ഉണ്ടാ ആഗോലി അടുത്ത് മക്കളെ ആഗോലിച്ചാകര വന്നിട്ടുണ്ട് ആഗോലി പെടക്കളേ പെടക്കള ആഗോലി കുട്ടന്മാര് കണ്ട വെള്ളാകൂലും കറുത്താകൂലൊക്കെ ഉണ്ട് കോരി എടുക്കണം പെട്ടക്കണ വീ കിടന്ന് പെട്ടക്കണ പെട്ടക്കണ മീൻ ഉത്രാടത്തിലെ ആഗോലി പ്രസാദത്തിലേട്ടാ ആഗോലി മാച്ചാലും കൂടി വീഴണേ പെട്ടക്കണ വേഗണ്ട് മീൻ മേടിക്കാൻ വന്നാണ്ടാ അവർക്ക് വല അടിച്ചിട്ടുണ്ടായില്ല അവര് തത്വമസി വെള്ളം കടന്ന് എന്താണ് ഈ പൊട്ടിക്കളിക്കണത് നിങ്ങൾ ആലോചിക്കണോ കണ്ടോ പോട്ടല്ലാണ്ടാ വീരാമോള് പൊട്ടിക്കാൻ പോണ് ചേട്ടാ വീഴാണ് കർത്താവ് കയറാട്ടാ
പൊട്ടിക്കണ്ട. ഹാപ്പി ഓണം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയ മീനും കൊണ്ട് പോകുമ്പോ സാറാണ് ബോട്ട് ഓടിക്കണേട്ടാ. കേട്ടാ നമ്മുടെ ബോട്ടും പോട്ടെ, നമ്മളെ വള്ളം ഓടിച്ചോണ്ടും പോകും രണ്ടുപേരും. കേട്ടാ ഫിഷറീസ് ഓഫീസറുണ്ട്, സാറുണ്ട്. സാറാണ് ഓടിച്ചോണ്ടിരിക്കണേട്ടാ. നല്ല മീൻ, പച്ച മീൻ ഇവിടെ വെട്ടി ക്ലീൻ ചെയ്ത് ആ കലത്തിലോട്ട് ആക്കണ ഒരു കാഴ്ച കേട്ടാ. ദിനത്തിൽ നമ്മുടെ ശ്രീകൃഷ്ണപ്രസാദം വളം കടലിൽ വലയൊക്കെ അടിച്ച് ആകൂലിയൊക്കെ കിട്ടി, മാച്ചാൻ കിട്ടി. കളക്ടർ വന്ന് ഹാപ്പിയായി വലയൊക്കെ പിടിച്ച് കളക്ടർ ഞങ്ങൾ തിരിച്ച് കരയിലോട്ടൊക്കെ ആക്കി. ഞങ്ങളിപ്പോ തിരിച്ച് ഇവിടെ വല തട്ടി കയറുന്നത് കേട്ടാ. നമ്മളെ വലയിൽ ഇത്തിരി ഇറങ്ങി അങ്ങോട്ട് പോയില്ല, അപ്പൊ അതുപോലെ നോക്കണത് കേടുപാട് കാര്യങ്ങളൊക്കെ നോക്കണേ. അപ്പൊ എല്ലാവരും ഉത്രാടത്തില് എല്ലാവരും ഒരു ഓണം കൊണ്ട് വിഷ് ചെയ്തേ. കേട്ടാ ഹാങ്ങൊക്കെ ഉണ്ട്. എല്ലാരും വിഷ് ചെയ്തോ? ഹാപ്പി ഓണം. ആ ചേട്ടാ ഹാപ്പി ഓണം. ആ കരവെക്കാമോണ്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ കറി വെക്കലാണ്ടാ. പച്ചമുളക്, ഇഞ്ചി, തക്കാളിയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കലം വെച്ച് സവാള വാട്ടിയെടുക്കുകയാണ്. നമ്മുടെ കണ്ണൻ ചേട്ടനാണ് കുക്കട്ടാ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കണം മക്കളെ. കിടിലനൊരു അയിലയും നെയ്മീനും കൂടി കൂട്ടിയിട്ടുള്ള കറിയാട്ടാ. പിന്നെ കുറച്ച് പാരമീനും കൂടി ഉണ്ട്. അപ്പോൾ നേരെ തട്ടി അങ്ങോട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് വയറ്റി എടുത്താൽ മതി. നല്ല പോലെ വയറ്റണം കേട്ടോ, അടിക്ക് പിടിക്കാണ്ട്. അത് കണ്ണൻ ചേട്ടൻ നല്ല പോലെ വയറ്റി എടുക്കോട്ടോ. ചേട്ടൻ കറി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും വയറ്റിയിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഈ വയറ്റി ശരിക്കും വാടി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറിലോട്ട് ആയിട്ടുണ്ട് നമ്മുടെ സവാളയും കാര്യങ്ങളും. പിന്നെ പൊടിക്കൂട്ടൊക്കെ ചേർക്കണം, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള പൊടിക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കണ ഒരു കാഴ്ചയാണ് ഇപ്പം ഈ കാണുന്നത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഇച്ചിരി കയറ്റം നിൽക്കോട്ടെ. വെള്ളത്തിലൊക്കെ അറിയുന്നൊക്കെ പറഞ്ഞാൽ മീൻ കറിക്ക് ഇച്ചിരി എരിവ് വേണം. അപ്പോൾ അതിനനുസരിച്ച് എരിവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കണം. മുളക് പൊടി അത്യാവശ്യത്തിൽ കൂടുതൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എരിവായിരിക്കും, പക്ഷെ അത്രയില്ല, എങ്കിലും ഇച്ചിരി എരിവ് കയറിയിരിക്കും. എന്നിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനകത്തോട്ട് ഇത്തിരി മീനായതുകൊണ്ട് തന്നെ മീനിൻ്റെ മസാലപ്പൊടി ചേർക്കണ്ടേ, ഫിഷ് മസാലപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചാറാക്കി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ചാറ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുക്കേണ്ട. ഉപ്പൊക്കെ ഇട്ട് ഇനി കുറച്ച് നേരം മൂടി വെച്ചൊന്ന് ചാറൊന്ന് കുടുകുടൂന്നും പറഞ്ഞ് അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും ഈ പച്ച മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അയിലയും അതുപോലെ നെയ്മീനൊക്കെ വെട്ടി നന്നായിട്ട് ക്ലീനാക്കി പളുങ്ക് പോലെ ഇരിക്കണം മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് എണ്ണി ഇട്ട് കൊടുക്കണ ഒരു കാഴ്ചയാണ്. എന്നിട്ട് ചാറിൽ അങ്ങോട്ട് ഇങ്ങനെ കുഴച്ച് ചാറിൽ ശരിക്കും അയിലം കൊണ്ട് നല്ല പോലെ കുഴമ്പ് പോലെ ഇരിക്കണ ചാറിലോട്ട് അങ്ങോട്ട് കുഴച്ച് മുക്കി അങ്ങോട്ട് വെക്കണ ഒരു കാഴ്ച കേട്ടോ മീൻ. ഇപ്പം തന്നെ നമുക്ക് വായിലോട്ട് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് വരും. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി കണ്ണൻ ചേട്ടൻ ഞങ്ങളുടെ മൂടി വെച്ച് അങ്ങോട്ട് മീൻ കറി വേവിച്ചിനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് തിളച്ചത് കുടുകുടൂന്നും പറഞ്ഞൊരു മണം തന്നെ അങ്ങോട്ട് മൂക്കിലോട്ട് അടിക്കുമ്പോഴല്ലേ എൻ്റെ പൊന്നു വേറെ ലെവലായിട്ടാ മീൻ കറി. ഇപ്പം തന്നെ നേരെ അങ്ങോട്ട് ചോറും കൂട്ടി അങ്ങോട്ട് പിടിക്കാൻ തോന്നുന്നത്. ചൂടോടുകൂടി തിളച്ച് മറിയാൻ കേട്ടോ നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിൽ കിടന്നുകൊണ്ട്. അങ്ങനെ ഇച്ചിരി ചോറും അതിനകത്തോട്ട് 2 കഷ്ണം മീനും കുറച്ച് ചാറും മതി. 2 പ്ലേറ്റ് ചോറ് കഴിക്കാട്ടാ. കളക്ടർ സാറ് പോയി. നമ്മളത് നല്ല നെയ്മീൻ കറി കുഴച്ച് ചാറോട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു വയറിൻ്റെ അവിടുത്തെ പൂ പോലത്തെ ചെറിയ കടിച്ചില്ല.
കടന്നുറങ്ങാൻ നിൽക്കണ്ട കാലിലേക്ക് പോയിക്കോ. ഇപ്പോൾ ഉത്രാടത്തിലെ മീൻകറി പൊളിച്ച്